ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കൂർക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇത് ചെറിയ കൂർക്കകളാണ് കേട്ടോ, നാടൻ കൂർക്കകളാണ്. അത് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്നാണ് ആദ്യം കാണിക്കുന്നത്. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള കൂർക്ക മാത്രം എടുത്ത് വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുക. അങ്ങനെ 1 മണിക്കൂറായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറായി വന്നത് ഒരു തുണിയിലോട്ട് ഇട്ട് കൊടുക്കുക. തുണി അല്ലെങ്കിൽ വല, നെറ്റ്, അതായാലും മതി. നെറ്റായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അങ്ങനെ അത് കുറേശ്ശെ മാത്രം എടുത്തിട്ട് അലക്കുകല്ലിൻ്റെ മുകളിലിട്ട് തല്ലി കൈ കൊണ്ട് അതൊന്ന് നമ്മൾ തുണിയിൽ വെച്ച് തന്നെ കണ്ട് തിരുമ്പുക. അങ്ങനെ തിരുമ്പുമ്പോൾ അത് നല്ലപോലെ വൃത്തിയാവും. ഇതേപോലെ തുണി കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ തൊലിയൊക്കെ പോരും. വല ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. ഇതേപോലെ വൃത്തിയായി വന്നിട്ടുണ്ട്. കാരണം ചെറിയ കൂർക്കകളൊക്കെ നമ്മൾ ഓരോന്നെടുത്ത് വൃത്തിയാക്കി എടുക്കുക കാരണം മെനക്കെടാണ്. അങ്ങനെ ഇത് എല്ലാം കൂടി ഇതുപോലെ ആക്കിയിട്ട് എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ കുറേശ്ശെ വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പോൾ ബാക്കിയുള്ള തൊലിയും കൂടി ഇതേപോലെ വൃത്തിയായി കിട്ടും. ഇനി നമുക്ക് ഇത് നല്ലത് മാത്രം നോക്കിയെടുത്ത് കൈ കൊണ്ട് ഞരടിയാൽ തന്നെ അതിൽ അഴുക്കുകളൊക്കെ പോരും കേട്ടോ. ബാക്കി നിൽക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ ആദ്യം എടുത്തിടുക. പിന്നെ പിന്നെ തൊലി പോവാത്തതൊക്കെ കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്താൽ അപ്പോൾ തന്നെ പോവും. അങ്ങനെ എല്ലാം ക്ലീനായി വന്നു. ഇനി നമുക്ക് കുക്കറിൽ വെളുത്തുള്ളിയും ചുവന്നമുളക് അവസാനം ഇടുക. ഒരു കുക്കറിൽ തന്നെ 100 പാത്രമൊന്നും വേണ്ട. ചിലവരുണ്ടാകും കുക്കറിൽ വേവിച്ച് പിന്നെ അത് മെഴുക്ക് പുരട്ടി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിലിട്ട് വറവിട്ടിട്ട് അതിപ്പോൾ തന്നെ കുക്കറിൽ നിന്ന് അലിക്കിലോട്ട് ചെരിയണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുക്കറിലോട്ട് തന്നെ ഇട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ മൂപ്പിച്ചതിന് ശേഷം പാകത്തിന് മാത്രം നമ്മൾ ഇടിച്ച മുളക് എടുക്കുക. കാരണം ഇത് വളരെ എരിവ് കൂടുതലുള്ള മുളകായതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കുക്കറിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കൂർക്ക അതിലോട്ട് ചെരിഞ്ഞ് കൊടുക്കണം. അങ്ങനെ 2 വിസിൽ നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്ക് 2 വിസിലുകൊണ്ട് വേവിച്ചെടുക്കണം. 2 വിസിലുകൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണേ.